2024 നവംബർ ഡിസംബർ മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. ഡാരോൺ അസമഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവർ ഈ വർഷത്തെ സാമ്പത്തിക നോബൽ സമ്മാനം പങ്കിട്ടു. ഓസ്കർ ജേതാവായ അമേരിക്കൻ നടി ജൂലിയ റോബർട്സിനെ ഫ്രാൻസിൻ്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയായ സീസർ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തു. ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള സർവകലാശാല അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലകളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. PG ദേശീയ പുരസ്കാരം പ്രൊഫസർ റോമില താപ്പറിന്. മികച്ച പാർലമെന്റേറിയനുള്ള TM ജേക്കബ് സ്മാരക പുരസ്കാരത്തിന് ലോക്സഭാ അംഗം NK പ്രേമചന്ദ്രൻ അർഹനായി. കുട്ടികളുടെയും മുതിർന്നവരുടെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിയായ ഇ-മോചൻ ക്ലിനിക്കുകൾ വ്യാപിക്കുന്നു. ഈ വർഷത്തെ കേളപ്പജി പുരസ്കാരത്തിന് മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ PV ചന്ദ്രനെ തിരഞ്ഞെടുത്തു. ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശങ്ങളുണ്ടാക്കി ഡാന ചുഴലിക്കാറ്റ്. ഹരിയാന മുഖ്യമന്ത്രിയായി നയാബ് സിംഗ് സൈനി അധികാരമേറ്റു. പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ മുഖ്യമന്ത്രിയായി ഒമർ അബ്ദുള്ള സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സുപ്രീം കോടതിയുടെ 51ാം ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ചുമതലയേറ്റു. വിജയ കിഷോർ ഹെത്കർ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായി. ഐഷന്ത് അസീമയെ ഇന്ത്യയിലെ മാലദ്വീപ് സ്ഥാനപതിയായി നിയമിച്ചു. പരമേശ് ശിവമണി തീരരക്ഷാസേന മേധാവിയായി ചുമതലയേറ്റു. വിയറ്റ്നാമിൻ്റെ പ്രസിഡന്റായി ലൂവോങ് കുവോങ്ങിനെ ദേശീയ അസംബ്ലി തിരഞ്ഞെടുത്തു. വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിൻ്റെ 16ാം ഉച്ചകോടി റഷ്യൻ നഗരമായ കസാനിൽ തുടങ്ങി. പാകിസ്ഥാൻ്റെ സാംസ്കാരിക നഗരമായ ലാഹോർ ലോകത്തിലെ ഏറ്റവും വായുമലിനീകരണമുള്ള നഗരം. മാധവ ഗാന്ധി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ സംസ്ഥാനത്തെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസായി പ്രഖ്യാപിച്ചു. ടൈംസ് ഓഫ് ഒമാൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KM ആനന്ദകുമാറിന് സമ്മാനിച്ചു. ഈ വർഷത്തെ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരം സന്ധ്യ ജയേഷ് പുളിമാത്തിൻ്റെ ദയാവധം നോവലിന്. സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി പ്രണബ് ജോധ്നാഥിനെ നിയമിച്ചു. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ന്യൂസിലാൻഡിന്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 32 റൺസിന് തകർത്താണ് ന്യൂസിലാൻഡ് കപ്പുയർത്തിയത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ നീതു ഡേവിഡിന് അന്താരാഷ്ട്ര ക്രിക്കറ്റർ കൗൺസിലിൻ്റെ ഹാൾ ഓഫ് ഫെയിം പുരസ്കാരം. ടെസ്റ്റ് ക്രിക്കറ്റിൽ 9000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യക്കാരനായി വിരാട് കോഹ്ലി. സച്ചിൻ ടെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, സുനിൽ ഗവാസ്കർ എന്നിവരാണ് നേരത്തെ 9000 തികച്ച ഇന്ത്യക്കാർ. സാഫ് അണ്ടർ 17 ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ 64 ഗോളുകളോടെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിൻ്റെ റെക്കോർഡ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി സ്വന്തമാക്കി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 27,000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായി ഇന്ത്യയുടെ വിരാട് കോഹ്ലി. സ്പാനിഷ് ഫുട്ബോൾ ഇതിഹാസം ആന്ദ്രെ ഇനിയേസ്റ്റ വിരമിച്ചു. 2026 ലോകകപ്പ് ഫുട്ബോൾ USA, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലാണ് നടത്തപ്പെടുന്നത്. 2020 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ കുറിച്ച സിംബാബ്വെ ഗാസയ്ക്കെതിരെ 120 പന്തിൽ 144 റൺസ് നേടിയാണ് സിംബാബ്വെ റെക്കോർഡിട്ടത്. പല രാജ്യങ്ങളും കണ്ടുപിടിച്ച ക്രിസ്റ്റഫർ കൊളംബസ് ഇറ്റലിക്കാരനല്ല, സ്പെയിൻകാരനായ ജൂതനാണെന്ന് DNA പരിശോധനയിൽ കണ്ടെത്തി. 80,000 വർഷത്തിൽ ഒരിക്കൽ ദൃശ്യമാകുന്ന ഷുച്ചിൻ ഷ്വാൻ അറ്റ്ലസ് എന്ന വാൽ നക്ഷത്രം കഴിഞ്ഞ ആഴ്ച ആകാശത്ത് ദൃശ്യമായി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 4 യാത്രികരുമായി 2 മാസത്തിലധികം തങ്ങേണ്ടി വന്ന സ്പേസ് എക്സിൻ്റെ ക്രൂ 8 ദൗത്യം ഭൂമിയിലേക്ക് മടങ്ങിയെത്തി. സാഹിത്യ വിമർശകനും പ്രഭാഷകനുമായ ബാലചന്ദ്രൻ വടക്കേടത്ത് അന്തരിച്ചു. പാബ്ലോ നെരൂദ പ്രധാന കഥാപാത്രമായ ഇൽ പോസ്റ്റിനോ എന്ന വിഖ്യാത നോവലിൻ്റെ സൃഷ്ടാവ് അന്റോണിയോ സ്കർമത്തെ അന്തരിച്ചു. ബ്രിട്ടീഷ് ഗായകനും ഗാനരചയിതുമായ ലിയം ജെയിംസ് പെയിൻ അന്തരിച്ചു. അമേരിക്കൻ ഗായകൻ ജാക്ക് ജോൺസ് അന്തരിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷന് UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം. ഇന്ത്യയിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ നഗരമാണ് തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവന്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അദ്ദേഹത്തിൻ്റെ തിരുത്ത് എന്ന കൃതിക്കാണ് പുരസ്കാരം.
2020 ക്രിക്കറ്റിൽ തുടർച്ചയായി 2 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി മലയാളിയായ സഞ്ജു വി സാംസൺ. ഈ വർഷത്തെ ബുക്കർ സമ്മാനം ബ്രിട്ടീഷ് സാഹിത്യകാരിയായ സാമന്ത ഹാർവിയുടെ ഓർബിറ്റർ എന്ന നോവലിനാണ്. 29ാം UN കാലാവസ്ഥാ ഉച്ചകോടി അസർബൈജാനിലെ ബാക്കുവിൽ തുടങ്ങി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. അത്ലറ്റിക്സിൽ മലപ്പുറത്തിന് കിരീടം. മലപ്പുറം കടകശ്ശേരി ഐഡിയൽ EHSS അത്ലറ്റിക്സിലെ ചാമ്പ്യൻ സ്കൂളായി. ഈ വർഷത്തെ ഡോക്ടർ കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരം ഫോക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ HD ബിജുവിന്. തപസ്യ കലാസാഹിത്യവേദിയുടെ ഈ വർഷത്തെ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം പ്രമുഖ എഴുത്തുകാരനും പ്രഭാഷകനും ചിത്രകാരനുമായ ഡോക്ടർ MG ശശിഭൂഷണ്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് ട്രിപ്പിൾ ജംപ് താരം ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ അർഹനായി. സാമൂഹിക പ്രവർത്തന മികവിനുള്ള ദത്തോപാന്ത് ഡെംടി പുരസ്കാരം മേനകാ ഗാന്ധിക്കും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസിലിയോസ് ക്ലീമിസിനും ലഭിച്ചു. ഈ വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ തിരഞ്ഞെടുത്തു. തായ്ലാൻഡ് വിദേശകാര്യമന്ത്രി മാരിസ് സംഖ്യാപോങ്സ് ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് 2025 ജനുവരി 29 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. 79 വയസ്സ് പ്രായമുള്ള ട്രംപ് US പ്രസിഡന്റാകുന്ന പ്രായം കൂടിയ ആളാണ്. 130 വർഷത്തിനു ശേഷം തുടർച്ചയായല്ലാതെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമല ഹാരിസിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. JD വാൻസനാണ് ട്രംപിൻ്റെ വൈസ് പ്രസിഡന്റ്. സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലുപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഗ്രഹം കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. TOI 6651 B എന്നാണ് ഈ ഗ്രഹത്തിൻ്റെ പേര്. കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഏകലവ്യ എന്ന പേരിട്ട ഡ്രോൺ വികസിപ്പിച്ച് കേരള ഡിജിറ്റൽ സർവകലാശാല. ചൈനീസ് കമ്പനിയായ റോബോട്ടീറ പുറത്തിറക്കിയ സ്റ്റാർ 1 എന്ന പേരുള്ള ഹ്യൂമനോയിഡ് റോബോട്ട് ലോകത്തിലെ ഏറ്റവും വേഗമുള്ള റോബോട്ട് എന്ന ഖ്യാതി സ്വന്തമാക്കി. സൂര്യനിൽ ജൂലൈ 16 സംഭവിച്ച കൊറോണൽ മാസ് ഇജക്ഷൻ്റെ പ്രഭ സമയം കണക്കാക്കിയ ആദ്യത്തെ L1 പേടകത്തിലെ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണ ഗ്രാഫ്. പ്രതിരോധ സെക്രട്ടറിയായിട്ട് രാജേഷ് കുമാർ സിംഗ് ചുമതലയേറ്റു. പൊതുനന്മയ്ക്കായി ഏത് സ്വകാര്യ സ്വത്തും സർക്കാരിന് ഏറ്റെടുത്ത് വിതരണം ചെയ്യാനാവില്ല എന്ന സുപ്രഭാതന വിധി പുറപ്പെടുവിച്ച് സുപ്രീം കോടതി. മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശത്തിൻ്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ലെന്നും നിരീക്ഷിച്ച് കേരള ഹൈക്കോടതി. ഇപ്രാവശ്യത്തെ കേരള പ്രഭ പുരസ്കാരങ്ങൾ ലഭിച്ച വ്യക്തികളാണ്. 1 ISRO ചെയർമാൻ S സോമനാഥ്, അത് ശാസ്ത്ര സാങ്കേതികത്തിൽ. കൃഷിയിൽ ജൈവ കർഷക ഭുവനേശ്വരിക്ക്. കലയിൽ കലാമണ്ഡലം വിമല മേനോൻ. ആരോഗ്യം ഡോക്ടർ TK ജയകുമാർ. കാലിഗ്രാഫ് നാരായണ ഭട്ടതിരി. പിന്നെ സഞ്ജു സാംസൺ കായകം. പിന്നെ ഷൈജ ബേബി സാമൂഹിക സേവനം ആശാവർക്കർ. VK മാത്യൂസ് വ്യവസായ വാണിജ്യം. അധ്യാപകനും എഴുത്തുകാരനുമായ MK സാനുവിന് സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ കേരള ജ്യോതി പുരസ്കാരം. ബാലൻഡോർ 2024 കിട്ടിയ വ്യക്തികളുടെ പേരുകളും എന്തിനു കിട്ടി എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. സ്വകാര്യത മൗലികാവകാശമാക്കാൻ പോരാടിയ കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KS പുട്ടസ്വാമി അന്തരിച്ചു. US പോപ്പ് സംഗീത ലോകത്ത് 1.5 പതിറ്റാണ്ടിലേറെ നിറഞ്ഞു നിന്ന ക്വിൻസി ജോൺസ് അന്തരിച്ചു. 28 ഗ്രാമി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സാരംഗി ഇതിഹാസം പണ്ഡിറ്റ് നാരായണ അന്തരിച്ചു. സാഹിത്യ നിരൂപകൻ പ്രൊഫസർ മാമ്പുഴ കുമാരൻ അന്തരിച്ചു. പ്രമുഖ സിനിമാ നാടക നടൻ ചെറുവത്തൂർ TP കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. വിവിധ ഭാഷകളിൽ നിന്ന് 107 കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രമുഖ വിവർത്തകൻ MP സദാശിവൻ അന്തരിച്ചു. പ്രശസ്ത തമിഴ്, സിന്ധി, തെലുങ്ക് സിനിമാ നടൻ ടെല്ലി ഗണേഷ് അന്തരിച്ചു. മലയാളത്തിൽ 10 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ മുൻ ഫിഷറീസ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി MT പത്മ അന്തരിച്ചു. ആദ്യമായി ലോകസുന്ദരി പട്ടം സ്വന്തമാക്കിയ കിക്കി ഹക്കൻസൺ അന്തരിച്ചു.
വിക്ടോറിയ ഖാജർ തീൽവീക്കിന് 2024 വിശ്വസുന്ദരി പട്ടം. മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ ഈ വർഷത്തെ അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക പുരസ്കാരം ടി. പത്മനാഭന്. 4ാമത് നെഹ്റു സർക്കുലർ പുരസ്കാരം മുല്ലപ്പള്ളി രാമചന്ദ്രന്. ഐ. വി. ദാസ് പുരസ്കാരം പ്രൊഫസർ എം. ലീലാവതിക്ക്. സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പി. എൻ. പണിക്കർ പുരസ്കാരം പൊൻകുന്നം സെയ്ദിന്. ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ്റെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ 2024 പുരസ്കാരം മലയാളിയായ പ്രൊഫസർ മഹമ്മൂദ് കുര്യയ്ക്ക്. പീരിയോഡിക് പട്ടികയിലെ മൂലകങ്ങളിൽ 1 മിനിറ്റിനുള്ളിൽ 62 മൂലകങ്ങളെ തിരിച്ചറിഞ്ഞ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കി സർവോദയ സെൻട്രൽ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ദിതി എസ്. നായർ. സംവിധായകൻ ബ്ലെസ്സി സംവിധാനം ചെയ്ത ആടുജീവിതത്തിലെ 2024 ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം. പ്രഥമ വി. ഗംഗാധരൻ മെമ്മോറിയൽ പുരസ്കാരം ജ്ഞാനപീഠം ജേതാവ് ദാമോദർ മോസോയ്ക്ക്. ഈ വർഷത്തെ കേസരി നായർ പുരസ്കാരം നടി നിലമ്പൂർ ആയിഷയ്ക്ക്. 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഗോവയിൽ തുടങ്ങി. നൈജീരിയ, ബ്രസീൽ, ഗയാന എന്നീ രാജ്യങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നൈജീരിയയുടെ 2ാം പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദ നൈജർ നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവും ഗയാനയുടെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് എക്സലൻസ് പ്രസിഡന്റ് ഇർഫാൻ അലിയും ഡൊമിനിക്കയുടെ പരമോന്നത ബഹുമതിയായ ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ പ്രസിഡന്റ് സിൽവേനി ബർട്ടണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. കെ. സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയുടെ അടുത്ത കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഉപമന്യു ചാറ്റർജിക്ക് ഇത്തവണത്തെ JCB സാഹിത്യ സമ്മാനം. അദ്ദേഹത്തിൻ്റെ ലോറൻസോ സെർച്ച് ഫോർ ദി മീനിങ് ഓഫ് ദ ലൈഫ് എന്ന നോവലിനാണ് സമ്മാനം. പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കിരീടം കാലിക്കറ്റ് FC-ക്ക്. ഫൈനലിൽ ഫോഴ്സ കൊച്ചിയെ തോൽപ്പിച്ചു. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൻ്റെ മലപ്പുറം ചാമ്പ്യന്മാരായി. കാസർഗോഡ് കാഞ്ഞങ്ങാട് ദുർഗ HSS ചാമ്പ്യൻ സ്കൂളായി. രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ്റെ ഈ വർഷത്തെ മികച്ച ഗോൾ കീപ്പറുള്ള പുരസ്കാരം PR ശ്രീജേഷിന്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഗോവയുടെ സ്നേഹൽ കൗഥങ്കറും കശ്യപ് ബാക്ലയും ചേർന്ന് 3ാം വിക്കറ്റിന് 606 റൺസ് നേടി റെക്കോർഡിട്ടു. ജോഹന്നാസ്ബർഗിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന 4ാം T20 ക്രിക്കറ്റിൽ ഇന്ത്യ നേടിയ 283 റൺസ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒരു ടീം നേടുന്ന ഉയർന്ന സ്കോറാണ്. ഈ മത്സരത്തിൽ ഇന്ത്യയുടെ സഞ്ജു സാംസണും തിലക് വർമ്മയും ചേർന്ന് 2ാം വിക്കറ്റിൽ നേടിയ 219 റൺസ് ലോക റെക്കോർഡാണ്. ഒരു കലണ്ടർ വർഷം 2020-ൽ 3 സെഞ്ചുറി നേടുന്ന ആദ്യ ബാറ്ററായി സഞ്ജു. 2020 ക്രിക്കറ്റിൽ തുടരെ 3 സെഞ്ചുറി നേടുന്ന ലോകത്തെ ആദ്യ താരമായി ഇന്ത്യയുടെ തിലക് വർമ്മ. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി കിരീടം ഇന്ത്യയ്ക്ക്. ബീവർ മൂൺ എന്നറിയപ്പെടുന്ന 2024 4ാമത്തെയും അവസാനത്തേതുമായ സൂപ്പർ മൂൺ നവംബർ 16 ആകാശത്ത് കാണാനായി. ഇന്ത്യയുടെ ഗൈഡഡ് പിനാക്ക ആയുധ സംവിധാനത്തിൻ്റെ പരീക്ഷണ പറക്കൽ വിജയകരം. ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. റേഷൻ കാർഡിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്താനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് തെളിമ. കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും കോർത്തിണക്കുന്ന പദ്ധതിയാണ് സീപ്ലെയിൻ. രാജ്യത്തെ ആദ്യത്തെ 24x7 ഓൺലൈൻ കോടതി കൊല്ലത്ത് പ്രവർത്തനം തുടങ്ങി. രാജ്യത്തെ മികച്ച സമുദ്ര ബന്ധന സംസ്ഥാനമാണ് കേരളത്തെയും ജില്ലയായി കൊല്ലത്തെയും തിരഞ്ഞെടുത്തു. ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയെയും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യഥാക്രമം രാഹുൽ മാങ്കൂട്ടത്തിൽ UR പ്രദീപും വിജയിച്ചു. ജാർഖണ്ഡിൻ്റെ 14ാമത് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഈ വർഷത്തെ അക്ഷര പുരസ്കാരം M. മുകുന്ദന്. പക്ഷികളെയും മറ്റ് ജീവജാലങ്ങളെയും ഭയപ്പെടുത്താതെ അവയുടെ വിവരം ശേഖരിക്കാൻ മരിച്ച പക്ഷികളുടെ സംരക്ഷിത ശരീരങ്ങൾ ഉപയോഗിച്ച് അമേരിക്ക നിർമ്മിച്ച ഡ്രോണുകളാണ് സോബി ഡ്രോണുകൾ. ലോകമത പാർലമെൻറ്റ് നവംബർ 29, 30, ഡിസംബർ 1 തീയതികളിലായി വത്തിക്കാനിൽ നടന്നു.
സത്യജിത് റായിയുടെ പ്രശസ്ത ചലച്ചിത്രം പാതിർ പാഞ്ചാലിയിലെ ദുർഗയെ അനശ്വരയാക്കിയ നടി ഉമാദാസ് ഗുപ്ത അന്തരിച്ചു. മലയാള സിനിമയിൽ വില്ലനും സ്വഭാവ നടനുമായി തിളങ്ങിയ നടൻ മേഘനാഥൻ അന്തരിച്ചു. സാഹിത്യകാരനും നാടകകൃത്തുമായ ഓംചേരി NN പിള്ള അന്തരിച്ചു. വീരകേരളം എന്ന മഹാകാവ്യമെഴുതിയ കൈതയ്ക്കൽ മനജാതവേദൻ നമ്പൂതിരി അന്തരിച്ചു. പ്രശസ്ത കൂത്തുകലാകാരൻ കവിയൂർ PN നാരായണ ചാക്യാർ അന്തരിച്ചു. പ്രശസ്ത ദക്ഷിണാഫ്രിക്കൻ സാഹിത്യകാരൻ ബ്രൈറ്റൺ ബാക്ക് അന്തരിച്ചു. ഇത്രയുമാണ് നവംബർ-ഡിസംബർ 2024 സുപ്രധാന സമകാലികങ്ങൾ. താങ്ക് യു.